അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ഇന്ന് കണ്ടപ്പങ്ങളൊക്കെ എഴുന്നേറ്റുന്നുല്ലേ? വയസ്സായാലും വയസ്സാകാത്തവരൊക്കെ അല്ലാഹു ആഫിയത്ത് ആറിയും അല്ലാഹു തരട്ടെ. മരിക്കുന്നത് വരെ ഒരാൾ പരസഹായം നടക്കാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കയ്യിനും കാലും അല്ലാഹു ആഫിയത്ത് അല്ലാഹു തരട്ടെ. സന്തോഷം അല്ലാഹു തരട്ടെ. ഒരു ആംബുലൻസിൽ ഉമ്മ കിടക്കുക, 70 വയസ്സാണ്, വെള്ളം പോലും ഇറങ്ങുന്നില്ല. ഒന്ന് ആലോചിച്ചാൽ മാസങ്ങളെ കിടപ്പ് കിടക്കുന്ന അല്ലാഹു അങ്ങനത്തെ ഒരു അവസ്ഥ റബ്ബ് തരാതിരിക്കട്ടെ. ആ ഉമ്മാക്ക് ജീവിതമാണ് അല്ലാഹു ഖൈറാക്കൽ, ആഫിയത്തോടെ ആരോഗ്യത്തോടെ അല്ലാഹു ജീവിപ്പിക്കട്ടെ. മരണമാണുള്ള ഖൈറാക്കൽ അല്ലാഹു ഈമാൻ അല്ലാഹു മരിപ്പിക്കട്ടെ. എന്റെ കൂടങ്ങൾ 3 ഫാത്തിഹ ഓതണം. എന്താ ചെയ്യാ മക്കളെ? കൊടക്കാട് ഇങ്ങനെയാണ്, കൊടക്കാടിന്റെ അവസ്ഥ എങ്ങനെയാണ്? ആയിരക്കണക്കിന് ആള. അപ്പൊ ഇപ്പൊ നമ്മള് 90-100 ശില്ലാണ് ആൾക്കാരെ ഇപ്പൊ ഒഴിവാക്കിയ നമ്മൾ ഈ സമയമായപ്പോ. അപ്പോള് വയസ്സായ ആൾക്കാർ നിൽക്കുക, ചെറുപ്പക്കാലത്തിൽ ഇരിക്കുക. ഇപ്പോൾ അർത്ഥം മനസ്സിലായോ? വയസ്സായ ആളുകൾക്ക് നിങ്ങൾ സ്ഥലം കൊടുക്കണം. ഞങ്ങൾ ആണുങ്ങൾ കണ്ടോ, ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കുക. പിന്നെ കൂടെ 3 നിങ്ങൾ കേൾക്കണ്ട, നിങ്ങൾ കുട്ടിയെടുത്തില്ല, നിങ്ങൾ അള്ളാഹു ആ മനസ്സുണ്ടെങ്കിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ചെറുപ്പക്കാരത്തിലൊക്കെ എഴുന്നേറ്റ് കൊടുത്തിട്ട് വയസ്സായിട്ട് സീറ്റ് കൊടുത്താണ്. അത് മതി നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഹൈർ ഉണ്ടാകാൻ. എന്റെ കൂടെ 3 ഫാത്തിഹ ഓതണം കേട്ടോ. മാഷാ അല്ലാഹ്. എന്റെ കൂടെ 3 ഫാത്തിഹകൾ ഓതണം. എന്റെ കൂടെ 3 സ്വലാത്തുകൾ ചൊല്ലണം കേട്ടോ. വർത്താനം പറയരുത്. ഈ ദ്വാരപ്പെടുത്ത മരുന്ന് ഈ സമയം നിങ്ങൾ ചെലവഴിക്കണം. ഈ സമയത്ത് നിങ്ങൾ ആരും ഉണ്ടരുത്. എന്റെ കൂടങ്ങൾ 3 ഫാത്തിഹ ഓതണം, 5 സ്വലാത്തുകൾ ചൊല്ലണം. ഇന്നത്തെ ദിവസം അല്ലാഹു ഇവിടെ ചെലവഴിക്കുന്ന ഓരോരോ സെക്കൻഡുകളും മണിക്കൂറുകളും മിനിറ്റുകളും അല്ലാഹു അവിടുത്തെ ഖൈറിന്റെ കിതാബിൽ എഴുതി വെക്കട്ടെ. എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. ഇനി മരിക്കുന്നത് വരെ ഒരു തങ്ങളുടെ മുമ്പിലും ഒരു ഉസ്താദിന്റെ മുമ്പിലും ഒരു ഡോക്ടർ മുന്നിലും ചെന്ന് നമ്മളെ സങ്കടങ്ങൾ പറയേണ്ട ഒരു അവസ്ഥ തരാതിരിക്കട്ടെ. إلى حضرة نبينا وحبيبنا المصطفى ومربنا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرته أبو بكر الصديق عمر الفاروق عثمان وعلي رضي الله تعالى عنهم. وإلى حضرته حمزة القرار. وإلى حضرته سعد بن معاذ. وإلى حضرته خالد بن وليد. وإلى حضرته ذو القرنين. وإلى حضرته فاطمة الزهراء وخديجة الكبرى وعائشة الطهرى وأمهات المؤمنين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة السيد أحمد جلال الدين البخاري تاتر بابا. وإلى حضرة كامل متم فريد ولي الله. وإلى حضرة غرابة بابا. وإلى حضرة فاطمة به. وإلى حضرة مرحوم السيد عاشقوية تنغل بابا. وإلى حضرة السيد متموية تنغل بابا. وإلى حضرة PMS بوكوية تنغل بابا. وإلى حضرة الروح بعلب السيد عتبيه. وإلى حضرة بعلب السيد بكن بيبي. وإلى حضرة بعلب السيد تري بي. وإلى حضرة كمسوف بابا تريوت ترى. وإلى حضرة الروح باندكار نكوية تنغل بابا. وإلى حضرة الروح ناتقل بابا. وإلى حضرة كتب الزمان ولانا السيد مدني. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين.
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അല്ലാഹു സ്വീകരിക്കണം. അല്ലാഹ് ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ ഇവിടുത്തെ ഖൈറിന്റെ കിതാബിൽ എഴുതി വെക്കണം. അല്ലാഹ് ഇനി നമ്മൾ 5 സ്വലാത്ത് നമ്മൾ ചൊല്ലുകയാ. മദീന മുനവ്വറിലും വിശ്രമം കൊള്ളുന്ന നമ്മളെ ചങ്കില ചോരയായ കരളിന്റെ കഠിനമായ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദ്റത്തിലേക്ക് ഫാത്തിഹയാണ് സ്വലാത്ത് ചൊല്ലുകയാണ്. 5 സ്വലാത്ത് നമ്മൾ ചൊല്ലും. അതിലൊന്നാമത്തെ സ്വലാത്ത്, അല്ലാഹു ദുനിയാവിൽ നമുക്ക് തന്ന എല്ലാ സങ്കടങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. ഇനിയൊരു സങ്കടം അല്ലാഹു തരാതിരിക്കട്ടെ. രണ്ടാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും, അല്ലാഹു നമ്മൾക്ക് രോഗം തന്ന അല്ലാഹു പരീക്ഷിക്കാതിരിക്കട്ടെ. അല്ലാഹുവേ, മരിക്കുന്നത് വരെ ഒരാളെ പരസഹായമില്ലാതെ, ഒരു വീഴ്ചയിലിരിക്കാതെ, ഒരു കമ്പ് കുത്തിപ്പിടിക്കാതെ, ഒരാളെ പരസഹായമില്ലാതെ നടക്കാതെ ഭാഗ്യമുള്ള തരട്ടെ. വലിയ മാരകമായ രോഗം അല്ലാഹു തന്നില്ല നൽകട്ടെ. മൂന്നാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. മരിക്കുന്നതിന്റെ മുമ്പ് ഒരു തവണയെങ്കിലും റസൂലുള്ളാഹിന്റെ പച്ചക്കുപ്പ കാണാൻ നേരിട്ട് ചെന്ന് സലാം പറയാളെ ഭാഗ്യം അല്ലാഹു നൽകട്ടെ. നാലാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. ഇവിടെ വന്ന് നിങ്ങൾക്കുള്ള ശിഫ് നൽകട്ടെ. ഇവിടെ വന്ന ഒരു വീട്ടിലെത്തുമ്പോഴത്തേക്ക് അല്ലാഹു സന്തോഷ വാർത്ത അല്ലാഹു അറിയിക്കട്ടെ. അഞ്ചാമതും ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലും. നൂറെ ഹബീബിനെ തകർക്കാൻ പറ്റമിട്ട് പറക്കുകയാണ്. അല്ലാഹുവേ, അവരെ ശർറിൽ ഞങ്ങളെ പെടുത്തല്ല റബ്ബേ. അല്ലാഹു ഒരാളെയും പച്ച ഇറച്ചി തിന്നേണ്ട ഒരവസ്ഥ വരുത്തല്ല റബ്ബേ. ഈമാൻ ഞങ്ങളെ നഷ്ടപ്പെടുത്തല്ല റബ്ബേ. ഇന്നല്ലാഹു വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد ناصر الحق بالحق والهادي إلى صراطك المستقيم യൂട്യൂബിലൂടെ ഒരുപാട് മുത്തുമോമിനിയങ്ങളിൽ മദ്രസ കേൾക്കുന്നുണ്ട്. അവരെ വിഷമങ്ങൾ മാറാനും ഒരു സ്വലാത്തുൽ ഫാത്തിഹ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഖദ്രിഹി വമിഖ്ദാരിൽ അളീം. അല്ലാഹുവേ, നീ സ്വീകരിക്കണമല്ലോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൻഅമ അലൈനാ ബിൽ ഈമാൻ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം حمدا يوافي نعمه ويكافئ مزيدا. اللهم اوتنا وبلغ مثل ثواب ما قرأناه وما صليناه وما صلناه هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة ومرضية منا إلى حضرة سيدنا وشفيعنا وآخر أيدينا وثمرة فؤادنا مصطفى ومربنا
محمد صلى الله عليه وسلم. اللهم آته الوسيلة والفضيلة والدرجة الرفيعة وبعثه مقام المحمود الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته وفي القلب محبته وفي المنام رؤيته ولا تحرمنا رؤيته وحورنا هو المورود أرحم الراحمين ربي. ഈ സദസ്സിൽ വെച്ച് ഞങ്ങൾ ഓതിയ സൂറത്ത് ഫാത്തിഹ നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹ് ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹ നീ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹയുടെ ഓരോരോ അറഫിന്റെയും അക്ഷരങ്ങളുടെ പ്രതിഫലം നീ ഞങ്ങൾക്ക് നൽകണമല്ല. അല്ലാഹുവേ ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ എല്ലാവരുടെ വിഷമങ്ങളും നീ മാറ്റിക്കൊണ്ടല്ല. സങ്കടങ്ങളെ തരല്ല അല്ലാഹ്. തന്ന സങ്കടങ്ങൾക്കൊരു പരിഹാരം ഞങ്ങൾക്ക് കൊണ്ട് തമ്പുരാനെ. അല്ലാഹുവേ മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹായ മക്കളെ നീ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കണമല്ല. അല്ലാഹുവേ ഞങ്ങൾക്ക് തന്ന മക്കളെ നീ നന്നാക്കണമല്ല. ഞങ്ങളെ മക്കളെ നന്നാക്കണമല്ല. ഞങ്ങളെ ഭർത്താക്കന്മാർ നന്നാക്കണമല്ല. ഞങ്ങളെ മരുമക്കൾ നന്നാക്കണമല്ല. ഞങ്ങളെ പേരമക്കളെ നന്നാക്കണമല്ല. അല്ലാഹു അവരെ കല്ലിനും കഞ്ചാവിനും മയക്കുമരുന്നിനും പെണ്ണിനും ഫോണിനും അടിമകളാക്കല്ല റബ്ബേ. അല്ലാഹ് നീ റാഹത്ത് നൽകണമല്ല. സമാധാനം നൽകണമല്ല. സന്തോഷം ഞങ്ങൾക്ക് നൽകണമല്ല. അല്ലാഹ് ഞങ്ങളെ മക്കൾക്ക് നല്ല കൂട്ടുകാരെ കൊടുക്കണമല്ല. ഞങ്ങളെ മക്കൾക്ക് നല്ല കൂട്ടുകാരികളെ കൊടുക്കണമല്ല. രോഗം തന്ന് പരീക്ഷിക്കല്ല റബ്ബേ. രോഗം തന്ന് പരീക്ഷിക്കല്ല റബ്ബേ. അല്ലാഹ് ഒരാൾക്കും ഞങ്ങളെ ബാധിതയാക്കല്ല അല്ലാഹ്. അല്ലാഹുവേ ട്യൂമറുള്ളവരുണ്ട്, തലവേദന വന്നവരുണ്ട്, മൈഗ്രെയിൻ ഉള്ളവരുണ്ട്, ചെന്നിക്കുത്തുള്ളവരുണ്ട്, തലയിലെ മുഴ വന്നവരുണ്ട്, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ട്, കണ്ണ് ഓപ്പറേഷൻ ചെയ്തവരുണ്ട്, കണ്ണ് ഓപ്പറേഷൻ പറഞ്ഞവരുണ്ട്, ചെവി കേൾക്കാത്തവരുണ്ട്, ചെവി പൊട്ടിയൊലിക്കുന്നവരുണ്ട്, ചെവിയിൽ മറ്റു പ്രയാസങ്ങളുള്ളവരുണ്ട്, ലാഹുവേ തുമ്മലുള്ളവരുണ്ട്, അലർജിയുടെ രോഗമുള്ളവരുണ്ട്, മൂക്കിന് ദശയുള്ളവരുണ്ട്, സംസാരം നഷ്ടപ്പെട്ടവരുണ്ട്, സംസാരിക്കാത്തവരുണ്ട്, വായിലെ ക്യാൻസർ ഉള്ളവരുണ്ട്, തൊണ്ടയിൽ മുഴയുള്ളവരുണ്ട്, ടോൺസസ് ഉള്ളവരുണ്ട്, തൈറോയ്ഡ് വന്നവരുണ്ട്, PCOD വന്നവരുണ്ട്, നെഞ്ച് വേദനിക്കുന്നവരുണ്ട്, അറ്റാക്ക് വന്നവരുണ്ട്, ശ്വാസം മുട്ടുള്ളവരുണ്ട്, ലിവർ സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട്, വാൽവ് സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട്, ലാഹുവേ കിഡ്നിയിൽ കല്ലുള്ളവരുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, വാൽവ് സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട്, ലാഹുവേ ആമാശയത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ട്, വയറ്റിൽ ക്യാൻസർ ഉള്ളവരുണ്ട്, ലാഹുവേ മൂത്രാശയ രോഗങ്ങളുള്ളവരുണ്ട്, ലാഹുവേ ഗർഭപാത്രത്തിൽ പ്രയാസങ്ങളുള്ളവരുണ്ട്, ഗർഭപാത്രത്തിൽ കുമിളകളുള്ളവരുണ്ട്, ഗർഭപാത്രത്തിൽ മറ്റ് പ്രയാസങ്ങളുള്ളവരുണ്ട്, ഗർഭപാത്രം താഴ്ന്നു പോകുന്നവരുണ്ട്, മുട്ടുവേദനിക്കുന്നവരുണ്ട്, മലദ്വാരത്തിന് ക്യാൻസർ ഉള്ളവരുണ്ട്, മുട്ടുവേദനിക്കുന്നവരുണ്ട്, യൂറിക്കാശുള്ളവരുണ്ട്, ആമവാദമുള്ളവരുണ്ട്, രക്തവാദമുള്ളവരുണ്ട്, ചുടുവാദമുള്ളവരുണ്ട്, ചൊരിച്ചിലുള്ളവരുണ്ട്, അപസ്മാരമുള്ളവരുണ്ട്, ഒരു ഭാഗം തളർന്നു കിടക്കുന്നുണ്ട്, വീൽ ചെയറിൽ നടക്കുന്നവരുണ്ട്, അല്ലാഹുവേ ഒരുപാട് പേർക്ക് വെള്ളപ്പാടുള്ളവരുണ്ട്. എല്ലാവരുടെ രോഗവും നീ ശിഫയാക്കണം അല്ലാഹ്. എല്ലാവരുടെ രോഗവും നീ ശിഫയാക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ വീട്ടില് സമാധാനം നൽകണം അല്ലാഹ്. ഷുഗർ രോഗം നീ ശിഫയാക്കണം അല്ലാഹ്. പ്രഷർ രോഗം നീ ശിഫയാക്കണം അല്ലാഹ്. അല്ലാഹുവേ നീ മരുന്ന് കുടിച്ചിട്ട് മാറാത്ത രോഗം ഞങ്ങൾക്ക് തരില്ല റബ്ബേ. അല്ലാഹുവേ മൂലയിൽ കിടന്നിട്ട് ഞങ്ങളെ കാഷ്ടവും ഞങ്ങളെ മൂത്രവും മറ്റൊരാളെടുക്കേണ്ട ഒരവസ്ഥ വരുത്തല്ല റബ്ബേ. അല്ലാഹ് ഞങ്ങളെ മക്കളെ ചെറുപ്രായത്തിൽ യതീമാക്കല്ല റബ്ബേ. ഞങ്ങളെ മക്കളെ യതീമാക്കല്ല റബ്ബേ. ഞങ്ങളെ മക്കളെ യതീമാക്കല്ല റബ്ബേ. അല്ലാഹുവേ
ഞങ്ങളിൽപ്പെട്ട പലരും പ്രവാസികളാണ്. ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന പലരും പ്രവാസികളാ. ഞങ്ങളെ മക്കളെ പ്രവാസികളാ, ഞങ്ങളെ ഭർത്താക്കന്മാര് പ്രവാസികളാ, ഞങ്ങളെ പേരമക്കളെ പ്രവാസികളാണല്ലോ. ഞങ്ങളെ അവരുടെ ജനാദ പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഒരവസ്ഥ വരുത്തല്ല റബ്ബേ. അങ്ങനത്തെ ഒരവസ്ഥ വരുത്തല്ല റബ്ബേ. സമാധാനം നൽകണമല്ലോ, സന്തോഷം നൽകണേ അല്ലാ. ഇവിടെ വന്നവർക്ക് ഖൈർ നൽകണമല്ല. ഇനി മരിക്കുന്നത് ഒരു തങ്ങളെ മുമ്പിലും ഒരു ഉസ്താദിന്റെ മുമ്പിലും ഒരു ഡോക്ടർ മുന്നിലും ഒരാളെ മുന്നിലും ചെന്ന സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും പറയേണ്ട ഒരു അവസ്ഥ വരുത്തല്ല അല്ലാ. അല്ലാ, ഞങ്ങളെ മക്കൾ നന്നാക്കണല്ല, മാതാപിതാക്കൾ അനുസരിക്കുന്ന മക്കളാക്കണല്ല. അല്ലാഹു, ഒരുപാട് പേര് കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ട, ആധാരങ്ങള് ബാങ്കിലാണ്, സ്വർണാഭരണങ്ങള് ബാങ്കിലാണ്, എടുക്കാൻ ഒരു വഴി കാണിച്ചു കൊണ്ട് റബ്ബേ. അല്ലാ, നിങ്ങളെ മക്കളെ നന്നാക്കണല്ല, പ്രണയത്തിന്റെ പ്രലോഭനങ്ങളിൽ പെടുത്തില്ല റബ്ബേ. മാതാപിതാക്കളെ മുന്നിലൂടെ മറ്റൊരാളെ കൂടെ കൈപിടിച്ചു പോകുന്ന ഒരുപാട് മക്കളുണ്ട് റബ്ബേ. ഉമ്മാന് വേണ്ട, പാപ്പാന് വേണ്ട റബ്ബേ. ഇങ്ങനത്തെ മക്കളെ ഞങ്ങൾ തരല്ല റബ്ബേ. സമാധാനം നൽകും, സന്തോഷം നൽകണല്ല. ദുആല്ലാതെ വേറെ മരുന്ന് ഞങ്ങൾക്കില്ല റബ്ബേ. ദുനിയാവിന്റെ അവസ്ഥ വല്ലാത്ത മോശമാണ്. ദുനിയാവിന്റെ ചതിക്കുള്ളിൽ ഞങ്ങളെ പെടുത്തല്ല റബ്ബേ. ദുനിയാവിന്റെ ചതിക്കുള്ളിൽ ഞങ്ങളെ പെടുത്തല്ല റബ്ബേ. ഞങ്ങളെ മജ്‌ലിസിനെ നിലനിർത്തണം അല്ലാഹ്, ഞങ്ങളെ മജ്‌ലിസിനെ നിലനിർത്തണം അല്ലാഹ്. അല്ലാഹുവേ, റാഹത്ത് നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണം അല്ലാഹ്, സമാധാനം നൽകണം അല്ലാഹ്. ആപത്ത് മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെ കാക്കണമല്ല, ഇസ്സത്ത് നൽകണം അല്ലാഹ്. സിഹറുകാരന്റെ സിഹറിൽ നിന്ന് കാക്കണമല്ല, കണ്ണേറുകാരന്റെ കണ്ണേറിൽ നിന്ന് കാക്കണമല്ല. ഞങ്ങളെ തീമക്കളെ നോക്കുന്നവരാ, അതുകൊണ്ട് ദുനിയാവിൽ ആഖിറത്തിൽ നിങ്ങൾക്ക് ഉന്നത പദവി നൽകണമല്ലോ. ചെറിയ ചെറിയ പിഞ്ചു മക്കളെ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് റബ്ബേ. 100ഓളം കുടുംബങ്ങളുണ്ട്. ആ മക്കളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണിച്ചുകൊണ്ട് അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ കെട്ടിക്കാൻ വേണ്ടി മറ്റൊരാളെ മുന്നിൽ ചെന്ന് യാചിക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ല റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണമല്ലോ. അല്ലാഹുവേ, യൂട്യൂബ് ഒരുപാട് പേര് ആമീൻ പറയുന്നുണ്ടല്ലോ. അവരുടെ വിഷമങ്ങളെ നീ മാറ്റി കൊടുക്കണമല്ലോ, അവരുടെ സങ്കടങ്ങളെ മാറ്റി കൊടുക്കണമല്ലോ. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണമല്ലോ, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേയല്ല. വായി മടക്കല്ല റബ്ബേ. ഇവിടെ വന്നവർക്ക് ഖൈർ നൽകണമല്ലോ, ഇവിടെ വന്ന് സങ്കടങ്ങളെ മാറ്റി കൊടുക്കണമല്ലോ. അല്ലാഹുവേ, ആപത്തിൽ ഞങ്ങളെ പെടുത്തല്ല അല്ലാഹ്. ഞങ്ങളെ കച്ചവടത്തിൽ ബറക്കത്ത് നൽകണമല്ലോ, ഞങ്ങളെ ബിസിനസ്സിൽ ബറക്കത്ത് നൽകണമല്ലോ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകണേ അല്ലാഹ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ أرحم الراحمين. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدير يا الله. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن أمة بأهل البدير يا الله. صلاة الله سلام. ആ ഫضല് പറയാൻ സ്വർണം പൈസ സ്വീകരിക്കണമല്ലോ, കബൂലാക്കണമല്ലോ. ഇറാഖിന്റെ തലസ്ഥാനമായ ബഗ്ദാദിന്റെ മണ്ണില്
അന്ത്യവിശ്രമം കൊള്ളുന്നൊരു മഹാനുണ്ട്. ഔലിയാക്കളെ കുത്തുബാണ്, ഔസുല്ലാദമാണ്. അല്ലാഹ് അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനരുടെ ബറക്കത്തുള്ള സദസ്സാക്കണം. അല്ലാഹ് യാ സാഹിബൽ ബഅദ് കുല്ലി നാസിരി യാ മത്ലബൽ ഹാജാത്ത് അബ്ദുൽ ഖാദിരി യാ ഖാദിരി യാ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിരി. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇവിടെ നമ്മള് 77ഓളം യതീം മക്കളെയും പാവങ്ങളെയും ഒക്കെ കല്യാണം കഴിപ്പിച്ചു വിട്ടിട്ടുണ്ട്. ഇവിടെ എത്ര? 77. ഒരു കുട്ടിനെ കെട്ടിക്കുള്ള ചെലവ് നിങ്ങൾക്ക് അറിയോ? 5 പവന് 4 പവന് കൊടുത്തിട്ടാണ് ഓരോ മക്കളെ കെട്ടിച്ചത്. ഇൻഷാ അല്ലാഹ് ഈ പ്രാവശ്യം ഇനി വരുന്ന ഞായറാഴ്ച ഈ ദിവസം ഇവിടെ നിക്കാഹ് നടക്കുന്ന സമയമാണ്. വർത്താനം പറയല്ല. വരുന്ന ഞായറാഴ്ച 20 കുട്ടികളെ കല്യാണം. സ്വർണത്തിന്റെ വില നിങ്ങൾക്ക് അറിയോ? അറിയില്ലേ? മലയാളി സ്ഥലങ്ങള്. അതുപോലെ തന്നെ പാവപ്പെട്ട എത്തീമൊക്കെ ഒരു 3-3.5 ഏക്കർ സ്ഥലം വാങ്ങിക്കണം. ഒരുപാട് പള്ളി നിർമ്മിച്ചിരിക്കണം, ഒരുപാട് മദ്രസ നിർമ്മിച്ചിരിക്കണം, ഒരുപാട് ഹിഫ്ള് പോലും നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 100 ചില്ലാനും എത്തീം മക്കൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു കുടുംബത്തിന് 5000-10,000 വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരാൾ മുന്നിൽ ചെന്നിട്ടും ഞാൻ നൂറെ ഹബീബ് തങ്ങളാണ്, ഞാൻ ഒരുപാട് ജീവക്കാരന്റെ പ്രവർത്തനം നടത്തി 100 രൂപ തരുവിട് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇന്ന് വരെ. അൽഹംദുലില്ലാ വരുന്ന 20 കുട്ടികളെ കല്യാണമാണ് കേട്ടോ. 20 മക്കൾ ഏകദേശം 1 ഉറുപ്പിന്റെ മുകളിൽ പോകും. 1 ഉറുപ്പ നിങ്ങൾക്ക് അറിയോ? വർത്താനം പറയില്ലടോ, ഒന്നും ഉണ്ടാതിരിക്കടോ, അതൊന്നും ഉണ്ടായിരിക്കാൻ പറഞ്ഞാണ്. 1 കോടി ഉറുപ്പിന്റെ മുകളിൽ ചെലവ്. പക്ഷെ നൂറെ ഹബീനെ സമ്മതിച്ചിട്ട് അതെന്തല്ല, അതൊരു പ്രശ്നമുള്ള കാര്യം അല്ല. ഇപ്പൊ ഇന്നലെ ഒരു കുടുംബം തന്നെ വന്നിട്ട് ഒരു മകന് പറയാം, എന്റെ അമ്മക്ക് നൂറെ ഹബീബ് എന്ന് പറഞ്ഞ ജീവനാണ്. എന്റെ അമ്മാനെ കൊണ്ട് ഒരുപാട് ഞാമത്ത് ഞങ്ങൾ കിട്ടി. ഞങ്ങൾ മക്കൾക്കൊക്കെ ഗൾഫിൽ നല്ല ബിസിനസ്സാണ്. എന്റെ മക്കള് എന്റെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ദ്വാരിക്കുക. അപ്പൊ എന്റെ അമ്മ പറഞ്ഞു കൊടക്കാട് പോണം, കുട്ടിക്ക് എത്ര ആവശ്യമായി കുട്ടി പറയുന്നത് കൊടുക്കണമെന്നാണ്. നിങ്ങളിപ്പോ ഒരു കുട്ടി കൊടക്കാടുള്ളത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്നോട് പറയാ, സ്വർണം പെണ്ണുങ്ങന്മാർ സ്വർണം എത്ര നിങ്ങൾക്ക് ആവശ്യം, എത്ര നിങ്ങൾക്ക് ആവശ്യം ഞങ്ങൾ തരാം. ഞാൻ പറഞ്ഞല്ലോ എന്ന് അന്ന് എത്തിച്ചിട്ട് എനിക്കെന്തില്ല, ഒരു കുറവുമില്ല. സ്വർണ്ണൊക്കെ റെഡിയാക്കി, എല്ലാതും റെഡിയാക്കി. ഞാൻ നിക്കാഹ് കഴിഞ്ഞാൽ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇവിടെ വന്ന ഓരോരുത്തരും അൽഹംദുലില്ലാ എല്ലാവർക്കും അല്ലാഹു സന്തോഷം അല്ലാഹു നൽകട്ടെ കേട്ടോ. പിന്നെ ഇപ്പൊ നോക്കോളി, ഇനി 20-ാം തീയതിക്ക് ഓരോരുത്തർ സ്വർണ്ണം പൈസക്ക് തരും. ഇത് നമ്മൾ കാണിക്കും, ഇത് നമ്മൾ തരുന്നത് ജനങ്ങളെ അറിയിക്കണം. വേണ്ടേ? അള്ളാഹനെ പേടിച്ചാൽ പോരെ, പടപ്പുകൾ പേടിച്ചോ. എന്താ നൂറെ ഹബീബിന് ശത്രുക്കളെ കൂടുന്നത്? നമുക്കിഷ്ടം പോലെ കായിട്ടുണ്ട്. വേണ്ട പറഞ്ഞാൽ ഇങ്ങോട്ട് ആൾക്കാർ ഗേറ്റ് പൂട്ടിൽ ഇങ്ങോട്ട് എറിഞ്ഞിട്ട് പോകും. പക്ഷെ നമ്മൾ അള്ളാഹനെ പേടിക്കണം, പടപ്പുകളല്ല. അപ്പൊ കുരു പൊട്ടുന്നവർക്ക് എന്ത് ചെയ്യും? പറയുന്നവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് അള്ളാഹുലെ പടച്ചതാണ്. അള്ളാഹ് പടച്ചതുപോലെ നിങ്ങളിപ്പോ മരിച്ചു, അള്ളാഹു കാശ് അള്ളാഹു തരട്ടെ. നിങ്ങൾ മരിച്ചു, നിങ്ങളെ മയ്യത്ത് പള്ളിയിൽ നിന്ന് ഇറക്കുമ്പോ, അല്ലെങ്കിൽ വീട്ടിൽ നിങ്ങളെ മയ്യത്ത് ഇറക്കുമ്പോ നിങ്ങളെ കുടുംബങ്ങൾ പറയും, അതല്ലെങ്കിൽ നിങ്ങളെ ജനാദ പള്ളിക്കാട്ടിൽ പള്ളിയിൽ കൊണ്ടുപോയി ഉസ്താദ് നിസ്കരിക്കുന്ന മുന്നേ പറയും, ഈ മയ്യത്തിനൊക്കെ എന്തെങ്കിലും തരാണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ മക്കളുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടണം, അല്ലെ? അപ്പൊ നമുക്ക് തരാണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ മരിച്ച മയ്യത്ത് മാറിയിട്ട് നമ്മൾ പൈസ തരാണ്ടെങ്കിൽ മക്കളോട് പോയിട്ട് പറയും, മക്കളെ പിന്നെ മക്കളെ നമുക്ക് വാപ്പ ഇത്ര തരാണ്ട്, വാപ്പ ഇത്ര തരാണ്ട്, അത് പറയില്ലേ? അപ്പൊ ഇക്കുറി ഞങ്ങൾ ഏറ്റെടുത്തു പറയും, അല്ലേ? എന്നാൽ വേറെന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിലും എന്ത് ചെയ്യും? അത് തീരും. എന്നാൽ ഒരാളെ പച്ച ഇറച്ചി നമ്മൾ തിന്നാൽ, ഒരാളെ കുറ്റം പറഞ്ഞാൽ, ആ മരിച്ചു കിടക്കുന്ന മയ്യത്ത് പൊരുത്തപ്പെടാത്ത കാലത്തോളം സ്വർഗ്ഗം കിട്ടുമോ? കിട്ടൂല. അത് മാത്രം ആർക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ.
രണ്ട് മോതിരം ഉണ്ടല്ലോ. രണ്ടെണ്ണുണ്ട്. ഒന്ന് കുട്ടിനെ പ്രസവത്തിന് ഞങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് പറഞ്ഞു. ഈ കുട്ടിക്ക് പിന്നെ പെട്ടെന്ന് കുടലിനൊരു ഇത് ഒരു മോതിരം അള്ളാഹു തന്നോർക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതെന്താണ്? അത് കുട്ടിക്ക് പ്രസവത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അപ്പൊ നേർച്ചയാക്കി ഉണ്ടാവും പറഞ്ഞപ്പോൾ ബുദ്ധിമുട്ട്. നോക്കാം. അപ്പൊ നേർച്ച പിന്നെ ഉണ്ടായിട്ടില്ല, സുഖപ്രസവം. ഓപ്പറേഷൻ തന്നെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇത് ഓന് കുടലിന് ഇങ്ങനെ കുടലിന് വൻകുടലിക്ക് ചെറുകുടൽ ഇറങ്ങിയാണ്ട് ആർക്ക് എന്നിട്ട് ഓന് ഓപ്പറേഷൻ വേണ്ടിയിരുന്നു പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓപ്പറേഷൻ ഇല്ലാതെ രോഗം മാറി. വലിയ രോഗം മോൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ കുട്ടിക്ക് മോനിക്ക് അത് മാറാൻ വേണ്ടി നേർച്ചയാക്കി അൽഹംദുലില്ലാഹ് രോഗം മാറി. എത്തിയ മക്കൾക്ക് പാവങ്ങൾക്ക് കുടുംബം തന്നെ രണ്ട് മോചനം. ഇപ്പൊ ഒരു ഫാത്തിഹോടും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി ഉണ്ടാവില്ല, ഇനി ഉണ്ടാറില്ല. തന്നാണ് ബില്ലുള്ളത്. അത് എത്രയെന്ന് അറിയില്ല. അത് നിങ്ങൾക്കുള്ളതാണ്. ഇത് സ്ഥലത്തേക്കുള്ളത്. അള്ളാഹു ബർക്കത്ത്. അടുത്ത മോതിരം ഇതെന്താണ്? മകളെ കല്യാണം ശരിയായിരുന്നില്ല. അൽഹംദുലില്ലാഹ് ഇവിടെ വന്നു, മകളെ കല്യാണം ശരിയായി. അതിനൊരു മോതിരം അള്ളാഹു പൊന്നു മക്കളെ കുടുംബത്തിൽ അള്ളാഹു ബറക്കത്ത് അള്ളാഹു നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഇത് എത്തിയ മക്കളും പാവങ്ങളും തണിയുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല പൊന്നുമോൾക്ക് അള്ളാഹു റഹ്മത്തിന്റെ മടക്കിന് അള്ളാഹു ഇറക്കി കൊടുക്കട്ടെ. അപ്പൊ മോളെ കല്യാണം ശരിയായി ഇവിടെ വന്നിരുന്നു, കല്യാണം ശരി. അതിന് ഓല വക എത്തിയ മക്കൾക്ക് നല്ല മോതിര, നല്ല തൂക്കണ്ട അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. പിന്നെ അടുത്ത മോതിരം ഇതെന്താണ്? മകന്റെ കല്യാണം ശരിയാക്കാൻ ശരിയായോ? ഇവിടെ വന്നീന്നോ? മാഷാ അല്ലാഹ്. മകന്റെ കല്യാണം ശരിയാകാതെ ഇവിടെ വന്നു. പൊന്നുമോന്റെ കല്യാണം ശരിയായി. ഒരു മോതിരം അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. അള്ളാഹു പൊന്നുമോളെ കുടുംബത്തില് ഇല്ലാത്ത അള്ളാഹു സന്തോഷം അള്ളാഹു. അതൊന്നും നോക്കാം, അസൂയക്കാർ നോക്കാം. ഇതെന്താണ്? അങ്ങനെന്തേനും കേപ്പമുണ്ടല്ലേ? എന്ത് തന്നത്? ഇരുന്ന് നിസ്കരിക്കാൻ പറ്റൂല. എത്ര കൊല്ലായി? അൽഹംദുലില്ലാഹ് നിസ്കരിക്കാൻ തുടങ്ങി. ഒരു മോതിരം അവിടെ തന്നിരുന്നു. അള്ളാഹു ബർക്കത്ത്. അങ്ങോട്ട് മാറിക്ക്, അങ്ങോട്ട് മാറിക്ക്. ഇത് ആണുങ്ങളെ മുന്നിൽ വരല്ലേ? ഒന്ന് ബാക്കോട്ട് നിർത്തിയ ആൾക്കാരെ. ഇതെന്താണ്? ഇതെന്തിനാ? കമ്മലാന്ന് വെച്ച് മനസ്സിലായി. നിങ്ങൾ മുണ്ടല്ലോ. ഇപ്പൊ എന്താ പ്രശ്നം? ഒരുപാട് കട ഉണ്ടായിരുന്നോ? കടകള് വീട് ഉമ്മ കൊടക്കാട് വന്നീന്നോ? എത്ര? അതുണ്ടോ? ഒരുപാട് കട ഉണ്ടായിരുന്നു. കടങ്ങളൊക്കെ ഇവിടെ അള്ളാഹു വീട്ടിൽ കൊടുത്തു. അതിന് എത്തിയ മക്കൾക്ക് ഒരു കമ്മലാണ് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി വീടാണ് അള്ളാഹു ബർക്കത്ത്. ഇപ്പൊ ഫാത്തിഹ ആധാരം അവിടുത്തോ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എത്തിയ മക്കൾ. ഇതെന്താണ്? ലൈസൻസ് കിട്ടി. അള്ളാഹു അപകടങ്ങളൊക്കെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ കേട്ടോ. ലൈസൻസ് കിട്ടി. അതിന് അൽഹംദുലില്ലാഹ് ഒരു മോതിരം എത്തിയ മക്കൾ അള്ളാഹു ബർക്കത്ത്. ഇതൊക്കെ ഇവിടെ വന്നിട്ട് കണ്ണേർ ബാത്തിലാക്കിട്ട് അള്ളാഹു കൊടുക്കുന്ന നിയമത്തായിട്ട്. ഇതെന്താണ്? വലിയൊരു രോഗം ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു കൊടുക്കാതിരിക്കട്ടെ. ഒരു മോതിരം. ഇതെന്താണ്? മകൾക്ക് ജോലി കിട്ടി. ഇവിടെ വന്നിരുന്നോ? ഇവിടെ വന്നിരുന്നു. മകന് ജോലി കിട്ടി. ആദ്യ സമ്പത്തിന് ഒരു മോതിരം എത്തിയ മക്കൾ ഇൻഷാ അല്ലാഹ് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. കഴിഞ്ഞില്ല ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു. ആരാ അരി? അരി ആയിരുന്ന മകൻ ജയിലിൽ ഇറങ്ങിയില്ലേ? അള്ളാഹു ബർക്കത്ത്. ഇത് ആർക്കെ പൈസ ഒക്കെ എത്തിയ മക്കൾക്ക്? എത്തിയ മക്കൾ. ഇങ്ങനത്തെ ഫളില് പറയണം. എത്തിയ മക്കൾ കഴിഞ്ഞു. 5000 പെണ്ണിനും പിന്നെ പൈസ മാറ്റി കിട്ടാനായിരുന്നു 2000-ന്റെ നോട്ട്. ശരി മതി. എന്റെ 16 ഉറുപ്പിക തന്നിരുന്നു. മകന്റെ അപസ്മാരം മാറി. അള്ളാഹു ഞാൻ കൊടുക്കാതെ കേട്ടെ. 16 ഉറുപ്പിക തന്നെ. ഇതെന്താണ്? എന്തിനാത്? കഴിഞ്ഞില്ലേ? ഈ തങ്ങൾക്കൊരു ഫാത്തിഹ ഓതുക. അല്ലാഹു നാളെ ആഖിറത്തിലേക്കും ഉപകാരപ്പെടുന്ന അമലെ അല്ലാഹു സ്വീകരിക്കട്ടെ. ഇതെന്തത്? അൽഹംദുലില്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു ഉമ്മ ഒരുപാട് സന്തോഷം. അല്ലാഹു ബർക്കത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത്. ഇതാർക്കത്? എത്തിയ മക്കൾക്ക്
മക്കൾക്കല്ല എല്ലാവർക്കും വേണ്ടി കിട്ടോ. അള്ളാഹു ബർക്കത്ത് നൽകിയിട്ട് കിട്ടുന്നത് ഇങ്ങനെ കാണിച്ചു. കാരണം എത്തിയ മക്കളെ മുതലാണ് ഇത് ജനങ്ങൾ അറിയണ്ടേ? അല്ലേ അല്ലേ? ഇതിപ്പോ പടച്ചൂര് പഠിച്ച ഒരു വെട്ടിയിട്ട് കാര്യമില്ലല്ലോ. അള്ളാഹു എല്ലാവർക്കും ഒരു ചാക്കാരി ഇതാരി എന്റെ ഉദ്ദേശങ്ങള് ഒരു ചാക്കാരി അള്ളാഹു ബർക്കത്ത് നൽകട്ടെ കേട്ടോ. കുറ്റം പറയുന്നവരങ്ങനെ പറഞ്ഞോണ്ടേ. ഒരുപാട് പ്രശ്നം മകൾക്ക് ഉണ്ടായതൊക്കെ മാറി ഒരു മോതിരം അതിന് കൂടെ ചെറിയൊരുണ്ട്. അള്ളാഹു ബർക്കത്ത് ഇൻഷാ അല്ലാഹ്. അള്ളാഹു ബർക്കത്ത് എല്ലാവർക്കും. മകൻ പോയി ഫസ്റ്റ് മാസത്തെ ശമ്പളത്തിന് ഒരു വീട്. അള്ളാഹു ബർക്കത്ത് കേട്ടോ. എല്ലാവർക്കും ഒരു ഫാത്തിഹ ഓതണം. സഹായിച്ചവർക്ക് അള്ളാഹു അർഹമായ അല്ലാഹു കൊടുക്കട്ടെ. ഇനിയും സന്തോഷം അള്ളാഹു കൊടുക്കട്ടെ കേട്ടോ. അവർക്കൊരു ഫാത്തിഹ ഓതണം. الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين അല്ലാഹുവേ നീ സഹായിച്ച റഹ്മാൻ ഫദൽ നീ നൽകണേ അല്ലാഹ്. ഇനി ഖൈർ നൽകണേ അല്ലാഹ്. ബറക്കത്ത് നൽകണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. ആ സഹായിച്ചവർക്ക് നാളെ സ്വർഗം നൽകണല്ലോ. എല്ലാ ബലാല മുസീബത്തുകളെ തൊട്ട് ഞങ്ങൾ എല്ലാവരും